ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായമാണ്. ഇന്നലെ 25-ാം അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. അതിൽ നമ്മൾ കണ്ടു ഇസഹാക്കിൻ്റെ ഭവനം പക്ഷപാതം നിറഞ്ഞതായൊരു ഭവനമായി മാറുന്നു. ഇസഹാക്ക് ഏശാവിൻ്റെ പക്ഷത്തും റിബേക്ക യാക്കോബിൻ്റെ പക്ഷത്തും. ഒരു ഭവനത്തിൽ ഭിന്നതയുണ്ടാകുന്നതിന് ഈ മനോഭാവം മാത്രമുണ്ടായാൽ മതി. ആ മാതാപിതാക്കളുടെ പക്ഷപാതപരമായ നിലപാട് മൂലം ഏശാവും യാക്കോബും ജീവിതകാലം മുഴുവൻ ഒരു ശത്രുതയിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇത് ഇസഹാക്കിനെയും റിബേക്കായും തമ്മിലും ഭിന്നിപ്പിക്കുവാൻ കാരണമായിട്ട് തീർന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരസ്പരം ആഴത്തിൽ സ്നേഹിച്ചവരും മനോഹരമായ രീതിയിൽ വിവാഹജീവിതം ആരംഭിച്ചവരുമാണവർ. എന്നാൽ മക്കളോടുള്ള പക്ഷപാതപരമായവരുടെ സമീപനം അവരുടെ വിവാഹജീവിതത്തെ ആകെ തകർത്ത് കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇസഹാക്കിൻ്റെ ഭക്ഷണപ്രിയം അതാണ് അതിനൊരു മുഖ്യ കാരണമായിട്ട് മാറിയത്. ഇനി 26-ാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അധ്യായം മുഴുവൻ ഇസഹാക്കിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ ഒരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തുമുണ്ടാകുന്നു. അദ്ദേഹം മിസ്രൈമിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു. യഹോവയായ ദൈവം പറഞ്ഞു, മിസ്രൈമിലേക്ക് നീ പോകരുത്. ദൈവത്തിൻ്റെ ആലോചന കൂടാതെ അബ്രഹാം മിസ്രൈമിലേക്ക് പോയതുകൊണ്ട് 2 ദോഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. 1, സമ്പത്ത് വർദ്ധിച്ചു. 2, മിസ്രൈമ ദാസി അദ്ദേഹത്തിനുണ്ടായി. അതിൽ നിന്നാണല്ലോ പിന്നീട് ഇസ്മായിലിൻ്റെ ജനനമൊക്കെ സംഭവിക്കുന്നത്. അവിടെ യഹോവയായ ദൈവം പറഞ്ഞു, നീ ഗെരാർ എന്ന് പറയുന്ന സ്ഥലത്ത് നീ താമസിക്കുക. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഞാൻ നിന്നിൽ സ്ഥിരീകരിക്കുമെന്ന് അവനോട് പറയുന്നു. അബ്രഹാമിന് കൊടുത്ത അതേ വാഗ്ദത്തം അവനോട് പറയുന്നു, നിന്റെ സന്തതികളെ ആകാശ നക്ഷത്രം പോലെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഒരു യാഥാർത്ഥ്യമുണ്ടായിരിക്കണം. അബ്രഹാം ആ വിശ്വാസത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം പൂർണ്ണമായ വിശ്വാസമായിരുന്നു. അതുതന്നെയാണ് യഹോവയായ ദൈവം ഇസ്ഹാക്കിനോട് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇതിലൂടെയൊക്കെ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം ചെയ്യുന്ന ഒരു ക്രമീകരണം ഈ പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മർദ്ദങ്ങളും ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ അവനും തെറ്റ് ചെയ്യുന്നു. 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ പിതാവ് ചെയ്ത അതേ തെറ്റ് ഇസഹാക്ക് ഇവിടെ ആവർത്തിക്കുകയാണ്. മാതാപിതാക്കളുടെ തെറ്റ് മക്കളും ആവർത്തിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഇത് തൻ്റെ ഭാര്യയെ റിബേക്കായെ തൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ഇവിടെ ഇസഹാക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അബീമേലേക്ക് തന്നെ അദ്ദേഹത്തെ വിളിച്ച് ശാസിക്കുന്നതും ഒക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അവർ മനസ്സിലാക്കിയവൻ്റെ ഭാര്യയാണെന്ന്. വിജാതീയനായ ഒരു മനുഷ്യർ നമ്മളെ തിരുത്തേണ്ടി വരുന്നു എന്നുള്ളത് പലപ്പോഴും ലജ്ജാകരമായ ഒരു അനുഭവം തന്നെയാണ്. എന്നാൽ മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചെന്നും വരാം. എന്നാൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായി ഇസഹാക്കിനെയും റിബേക്കായും അവിടുന്ന് വിടുവിക്കുന്നുണ്ട്. ഇസഹാക്കിനെ ദൈവം വിളവുകളാൽ അനുഗ്രഹിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. 12-ാം വാക്യം വരുമ്പോൾ ഇസഹാക്ക് വലിയ ഒരു ധനികനായിട്ട് അവിടെ മാറുന്നു.
അബ്രഹാമിൻ്റെ ജീവിതവും ഇസ്ഹാക്കിൻ്റെ ജീവിതവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഇത് പുതിയ നിയമത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു വലിയ ബന്ധമായി നമുക്ക് കാണാവുന്നതാണ്. പുതിയ നിയമത്തിൽ അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വായിക്കുന്നത് അവിടെ ഇസ്ഹാക്ക് കിണറുകൾ കുഴിക്കുക എന്നുള്ളതാണ്. അബ്രാഹാമിൻ്റെ കാലത്ത് അബ്രാഹാം കുഴിച്ചതായ ചില കിണറുകളുണ്ട്. കിണർ എന്ന് പറയുന്നത് മരുഭൂമിയിൽ വലിയ സമ്പത്താണ്. ആടുമാടുകളെ വെള്ളം കുടിപ്പിക്കണമല്ലോ. അപ്പോൾ അവിടെ ഇത് കിണറിന് വലിയ പ്രാധാന്യമാണ്. അബ്രാഹാമിൻ്റെ കാലത്ത് അബ്രാഹാം കുഴിച്ച ചില കിണർ തൻ്റെ മകനായ ഇസ്ഹാക്കിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഫിലിസ്ത്യരത് വന്ന് മൂടുന്നുണ്ട്. പക്ഷെ മൂടിയെങ്കിലും ഒരു കാര്യം ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. അബ്രാഹാമിൻ്റെ ചില നല്ല സ്വഭാവങ്ങൾ ഇസ്ഹാക്കിലേക്കും വ്യാപരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവരുമായി ഒരു കലഹത്തിന് പോകുന്നില്ല. അബ്രാഹാം നമുക്കറിയാം, ഹിത്യരുടെയൊക്കെ ദേശത്ത് അബ്രാഹാമിൻ്റെ ആ ക്ഷമയും സഹനവുമാണല്ലോ സാറ മരിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തുകൊള്ളുവാൻ ഹിത്യർ അബ്രാഹാമിനോട് ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെയും അതുപോലെ തന്നെ വീണ്ടും ഇസ്ഹാക്കിലും ആ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ ഈ ജാതികളായ ആളുകളുമായിട്ടൊരു യുദ്ധത്തിനോ ഒരു പ്രശ്നത്തിനോ ഒന്നും പോകുന്നില്ല. വേണമെങ്കിൽ ഇന്നത് ചെയ്യാനുള്ള കഴിവ് ഇസ്ഹാക്കിനുണ്ട്. പക്ഷെ അദ്ദേഹം സമാധാനപ്രിയനാണ്. ഫെലിസ്ത്യർ അസൂയ നിമിത്തമാണ് തൻ്റെ കിണറുകളൊക്കെയും മൂടുന്നത്. വീണ്ടും വീണ്ടും കുഴിക്കുന്നെങ്കിൽ ഇതൊക്കെ ഇത് മൂടിക്കളയുന്നുണ്ട്. ഇനിയും നമ്മൾ കാണുന്നത് അബീമേലേക്ക് വന്ന് ഇസ്ഹാക്കിനോട് പറയുന്നു, നീ അവിടെ നിന്ന് മാറി താമസിക്കണം. ഇസ്ഹാക്ക് ഒരു പ്രശ്നവും പറയാതെ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞതായ കിണറുകൾ ഇസ്ഹാക്ക് വീണ്ടും അവിടെ കുഴിക്കുകയാണ്. ഇവിടെ കിണർ വെള്ളമെന്നൊക്കെ പറയുമ്പോൾ അതിന് ദൈവവചനവുമായി വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം, ശാരീരികമായ ജീവൻ നമുക്ക് നിലനിർത്തുവാൻ നമുക്ക് ജലം ആവശ്യമാണ്. നമ്മളിത് കുടിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതവും. ഒന്ന് വെള്ളം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനവും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് യെരുശലേമിൽ പെരുന്നാളിൻ്റെ ദിവസം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. അവിടെ കർത്താവ് പറഞ്ഞ വെള്ളം ശാരീരികമായി നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചല്ല, തൻ്റെ വചനമാകുന്ന ആ വെള്ളത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വെള്ളം കുടിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വെള്ളത്തിന് വേണ്ടിയുള്ള കിണറുകൾ കുഴിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ വന്ന തടസ്സങ്ങളുണ്ടാക്കും. സാത്താൻ പ്രതിസന്ധി ഉണ്ടാക്കും. ഇസ്ഹാക്കിൻ്റെ കിണർ ശത്രുക്കൾ മൂടിയതുപോലെ ദൈവവചനം നമ്മൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള, അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന അലസത അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾ പിശാച് നമ്മുടെ മനസ്സിൽ തന്ന് നമ്മൾ അതിൽ നിന്ന് പിന്മാറുക സാധാരണമാണ്. പക്ഷേ ഇവിടെ ഇസ്ഹാക്ക് നമ്മൾ കാണേണ്ടത്, അവർ കിണർ മൂടിയെന്ന് നമുക്ക് കണ്ട് പിന്നെ അവൻ അടങ്ങിയിരിക്കുകയില്ല, അവൻ വീണ്ടും വീണ്ടും കിണറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിന് പ്രതിസന്ധികൾ വരുമ്പോൾ മടുത്തു പോവാതെ വീണ്ടും നമ്മൾ അതിനെ നേരിടുവാൻ തക്കവണ്ണം നമ്മൾ അധ്വാനശീലരായിരിക്കുക. ഇസ്ഹാക്ക് ഒരു കിണറല്ല അനേകം കിണറുകൾ കുഴിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട് 21-22 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. അതേസമയം തന്നെ ഇസ്ഹാക്ക് ക്ഷമാശീലനും സമാധാനപ്രിയനും ആയതുകൊണ്ട് അത് സാധിച്ചു. ഈ സ്വഭാവം നമ്മൾ മാതൃകയാക്കേണ്ടതാണ്.
ദൈവവചനത്തെ ക്ഷമയോടെ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അത് നമ്മുടെ ആന്തരികമായ ദാഹം നമ്മുടെ തീർക്കും, ക്ഷീണം മാറ്റും, ഉണർവുണ്ടാക്കും, പ്രവർത്തന ശക്തി ഉണ്ടാക്കും. ഇവിടെ 23, 24 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം ഇസ്ഹാക്കിനെ അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ദൈവിക പൈതൽ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ തേടി വരുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ഹാക്കിൻ്റെ ഈ നല്ല മനോഭാവം ദൈവം അവനെ അന്വേഷിച്ചു വരുവാൻ കാരണമായിട്ട് അവിടെ തീരുകയാണ്. ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഇസ്ഹാക്ക് അവിടെ ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഒരു ബലിപീഠം പണിത് നമ്മൾ വായിക്കുന്നു. അബ്രാഹാമും ബലിപീഠം പണിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത പോലെ ഇസ്ഹാക്കും ബലിപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു. ആ ആരാധനയുടെ ശക്തിയാണ് ഈ ക്ഷമയ്ക്കും സഹനത്തിനും കാരണമായിട്ട് തീരുന്നത്. ദൈവാത്മാവ് നമ്മിൽ ഇടപെടുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ സഹന മനോഭാവം നമ്മിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിലെന്നും ബലിപീഠം പണിയുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. 25 വാക്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നു, വീണ്ടും ആ പുതിയ സ്ഥലത്തുമൊക്കെ അവർ ചെന്നിട്ട് ഇത് കിണർ കുഴിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അബീമേലേക്ക് വന്ന് ഇസ്ഹാക്കിനോട് അവിടെ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ഒരു മടിയും പറയാതെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അവസാനം നമുക്കറിയാം, അബീമേലേക്ക് വന്ന് ഇസ്ഹാക്കിനോട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലേ, ഈ ഇസ്ഹാക്കിനെ തേടി അബീമേലേക്ക് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് അവനുമായിട്ടൊരു സഖ്യത ചെയ്യുവാനാണ്. നമുക്കിനി പ്രശ്നമുണ്ടാക്കേണ്ട. അപ്പം ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദേശത്തു നിന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടതാണ്, ഇപ്പോൾ എന്തിനാണ് എന്നെ അന്വേഷിച്ച് വരുന്നത്? അപ്പോൾ അബീമേലേക്ക് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അബീമേലേക്ക് അങ്ങനെ പറയാൻ സാധിച്ചത്? അവരോട് പ്രതികാരം ചെയ്യേണ്ട സമയത്ത് ആ പ്രതികാരം ചെയ്യാതെ ഇസ്ഹാക്ക് മാറിപ്പോയി. അവനെ ദൈവം അവിടെ അനുഗ്രഹിക്കുന്നത് അബീമേലെക്കിനെ കാണുവാനിടയായി തീർന്നു. അപ്പോഴാണ് അദ്ദേഹം വന്ന് പറയുന്നത്, ദൈവം നിന്റെ കൂടെയുണ്ട്. അങ്ങനെ ജാതികൾ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനിടയായി തീരണം. അബ്രഹാമും ഇസ്ഹാക്കൊക്കെ താമസിച്ച സമൂഹത്തിൽ ദൈവപുരുഷന്മാരായിരുന്നു. ജനം അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണമായി തീർന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ശത്രുക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ക്ഷമയോടെ, സഹനശക്തിയോടെ അതിനെ അതിജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷിക്കുവാൻ കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ നമുക്ക് ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ജീവിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ശക്തമായി ഇടപെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ബലിപീഠം പണിയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന അനുഭവം നമുക്കുണ്ടാവട്ടെ. അപ്പോൾ മാത്രമേ ഈ ഇസ്ഹാക്കിൻ്റെയും അബ്രഹാമിൻ്റെയും മനോഭാവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുള്ളൂ. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിനോട് പച്ചപ്പായ സ്ഥലങ്ങളൊക്കെ ലോത്ത് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അബ്രഹാം വിട്ടുകൊടുത്തതുപോലെ ഫിലിസ്ത്യർ തൻ്റെ കിണറുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്ഹാക്കും എല്ലാം വിട്ടുകൊടുക്കുകയാണ്. ആ ഒരു മനോഭാവം ഉണ്ടാകുവാൻ ദൈവാത്മാവ് നമ്മിൽ ഇടപെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.